അവൻ 12 പേരെയും വിളിച്ച് ആരുടെ മേലാണ് അധികാരവും ശക്തിയും കൊടുത്തത്? ഉത്തരം: സകല പിശാചുക്കളുടെ മേൽ. 12 പേരെ ദൈവം അയച്ചത് എന്തിനു വേണ്ടി? ഉത്തരം: ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്നും പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി എന്ത് ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. സംഭവിച്ചതെല്ലാം കേട്ടപ്പോൾ ഹെരോദസ് രാജാവിന് എന്താണ് സംഭവിച്ചത്? ഉത്തരം: ഹെരോദസ് പരിഭ്രാന്തനായി. യോഹന്നാനെ ശിരച്ഛേദം ചെയ്തത് ആരെന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്? ഉത്തരം: ഹെരോദേസ്. മടങ്ങി വന്ന അപ്പോസ്തലന്മാരെ യേശു ഏതു പട്ടണത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത്? ഉത്തരം: ബേത്സയിദ. ജനക്കൂട്ടത്തിന് ഭക്ഷണം കൊടുക്കാൻ യേശു പറഞ്ഞപ്പോൾ അവരുടെ പക്കൽ എത്ര അപ്പവും മീനും ഉണ്ടായിരുന്നു? ഉത്തരം: 5 അപ്പവും 2 മത്സ്യവും. ഭക്ഷണത്തിനായി എപ്രകാരം ജനങ്ങളെ ഇരുത്താനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: 50 വീതം പന്തികളായി. എങ്ങനെയാണ് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചത്? ഉത്തരം: 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി അവ ആശീർവദിച്ച് മുറിച്ചുകൊണ്ട്. വർദ്ധിപ്പിച്ച അപ്പവും മീനും ജനങ്ങൾക്ക് വിളമ്പാനായി യേശു ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം: ശിഷ്യന്മാരെ. ഞാൻ ആരെന്നാണ് എന്ന് യേശു ചോദിച്ചപ്പോൾ പത്രോസ് നൽകിയ ഉത്തരമെന്ത്? ഉത്തരം: നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ആര് ലജ്ജിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മനുഷ്യപുത്രൻ. തന്നെ ലജ്ജിക്കുന്നവരെ മനുഷ്യപുത്രൻ എപ്പോൾ ലജ്ജിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം: തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ. യേശു മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയത് ഏതു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ്? ഉത്തരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തു മാറ്റമാണ് യേശുവിന് ഉണ്ടായത്? ഉത്തരം: മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. മലയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ആരൊക്കെ? ഉത്തരം: മോശയും ഏലിയായും. മോശയും ഏലിയായും എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം: അടുത്തു തന്നെ ജെറുസലമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ചാണ്. മലയിലെ പ്രാർത്ഥനയ്ക്കു ശേഷം പത്രോസ് യേശുവിനോട് പറഞ്ഞത് എന്താണ്? ഉത്തരം: ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഉത്തരം: പത്രോസിനെക്കുറിച്ച്. മേഘത്തിൽ നിന്നും പത്രോസും യോഹന്നാനും യാക്കോബും കേട്ട സ്വരമെന്ത്? ഉത്തരം: ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. പ്രാർത്ഥനയ്ക്കു ശേഷം യേശുവും ശിഷ്യരും ഇറങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്
ആര്? ഉത്തരം: വലിയ ഒരു ജനക്കൂട്ടം. പ്രാർത്ഥനയ്ക്കു ശേഷം മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ യേശു പ്രവർത്തിച്ച അത്ഭുതമെന്ത്? ഉത്തരം: പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പിശാച് ബാധിച്ച ബാലനെ പീഡിപ്പിച്ചത്? ഉത്തരം: അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടത് എപ്പോൾ? ഉത്തരം: പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയപ്പോൾ. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതെന്ത്? ഉത്തരം: ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. എന്തിനെക്കുറിച്ചാണ് ശിഷ്യന്മാർ തർക്കിച്ചത്? ഉത്തരം: തങ്ങളിൽ വലിയവൻ ആരാണെന്ന്. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടുവെന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം: യോഹന്നാൻ. ജെറൂസലമിലേക്ക് പോകാൻ ഉറച്ചപ്പോൾ തനിക്ക് മുൻപേ യേശു ആരെയാണ് അയച്ചത്? ഉത്തരം: ഏതാനും ദൂതന്മാരെ. സ്വർഗത്തു നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഇത് പറഞ്ഞത് ആരൊക്കെ? ഉത്തരം: യാക്കോബും യോഹന്നാനും. എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ എന്നെ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം: മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന് യേശു പറഞ്ഞത് ആരോട്? ഉത്തരം: വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണമെന്ന് പറഞ്ഞവനോട്. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും യേശു ആരെയാണ് അയച്ചത്? ഉത്തരം: 72 പേരെ. 72 പേരെ ഞാൻ നിങ്ങളെ എങ്ങനെ അയക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും എന്ത് ആശംസിക്കണം എന്നാണ് 72 പേരോട് യേശു പറഞ്ഞത്? ഉത്തരം: ഈ വീടിന് സമാധാനം. അവർ നിങ്ങളെ സ്വീകരിക്കുമ്പോൾ എന്ത് ഭക്ഷിക്കണമെന്നാണ് 72 പേരോട് യേശു പറഞ്ഞത്? ഉത്തരം: നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. കൊറാസിൻ, നിനക്ക് ദുരിതം! ബേത്സയിദ, നിനക്ക് ദുരിതം! നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നുവെങ്കിൽ എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ടയറിലും സീദോനിലും. നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടുവെന്നോ? നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. യേശു ഏത് പട്ടണത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഉത്തരം: കഫർനാം. തിരിച്ചു വന്ന 72 പേർക്ക് യേശു നൽകിയ അധികാരം എന്ത്? ഉത്തരം: പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ. 72 പേരോട് എന്തിനു വേണ്ടി സന്തോഷിക്കണം എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: യേശുവിനെ
പരീക്ഷിക്കാൻ. തന്നെ തന്നെ സാധൂകരിക്കാൻ വേണ്ടി നിയമജ്ഞൻ യേശുവിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം: ആരാണ് എൻ്റെ അയൽക്കാരൻ? ജെറീക്കോയിലേക്ക് പോയ മനുഷ്യൻ എവിടെ നിന്നാണ് പോയത്? ഉത്തരം: ജെറൂസലമിൽ നിന്ന്. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യനെ കണ്ടിട്ട് മറുവശത്തുകൂടി കടന്നുപോയത് ആര്? ഉത്തരം: പുരോഹിതൻ. കവർച്ചക്കാരുടെ കയ്യിൽ പെട്ട മനുഷ്യനെ സമരിയക്കാരൻ മുറിവ് വച്ച് കെട്ടിയത് എന്തു വെച്ചാണ്? ഉത്തരം: എണ്ണയും വീഞ്ഞുമൊഴിച്ച്. സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ സമരിയക്കാരൻ എത്ര രൂപയാണ് നൽകിയത്? ഉത്തരം: 2 ദനാറ. ജെറീക്കോയിലേക്ക് പോയ മനുഷ്യനോട് കവർച്ചക്കാർ എന്താണ് ചെയ്തത്? ഉത്തരം: അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ചു അർത്ഥഭ്രാന്തനാക്കിയിട്ട് പോയിക്കളഞ്ഞു. സത്രം സൂക്ഷിപ്പുകാരനോട് കൂടുതലായി എന്തെങ്കിലും വന്നാൽ എപ്പോൾ തരാമെന്നാണ് സമരിയക്കാരൻ പറഞ്ഞത്? ഉത്തരം: ഞാൻ തിരിച്ചു വരുമ്പോൾ തരാം. നീയും പോയി അതുപോലെ ചെയ്യുക. യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: നിയമജ്ഞനോട്. മർത്തയുടെ സഹോദരിയുടെ പേരെന്താണ്? ഉത്തരം: മറിയം. മർത്തയുടെ സഹോദരി മറിയം യേശു ചെന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഉത്തരം: കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കൽ ഇരുന്നു.